നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ പോയില്ല. അപ്പോഴായാലും ഇപ്പോഴായാലും മേലനങ്ങി പണി ചെയ്യാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടാ. അല്ല, നീ പറഞ്ഞു വന്നത് ആ വിൽപത്രത്തിന്റെ കാര്യമല്ലേ? അതെ. അങ്ങനെ ഒരു വിൽപത്രം ഏട്ടൻ എഴുതി വെച്ചിരുന്നു. ഞാനത് വായിച്ചിട്ടില്ല. പക്ഷേ അത് സത്യമാണ്. എനിക്കതേക്കുറിച്ചറിയാം, ഏട്ടത്തിക്കും അറിയാം. പുതിയ വക്കീലിനും അതിനെക്കുറിച്ച് അറിയാമായിരുന്നല്ലോ. എന്നിട്ടും നീ മാത്രം അറിഞ്ഞില്ലേ? അല്ല, ആ വിൽപത്രത്തിൽ എന്താ പ്രശ്നം? അതും നിന്റെ മനപ്രയാസവുമായിട്ട് എന്താ ബന്ധം? ഉണ്ട്. ആ വിൽപത്രത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. എന്താണതെന്ന് ഗുമസ്തനറിയില്ല. അല്ലെങ്കിൽ ഓം പ്രകാശ് വക്കീല് ഗുമസ്തനിൽ നിന്നത് മറച്ചു വെച്ചിരിക്കുക. അളിയൻ ഈ കാര്യത്തിൽ എന്റെ കൂടെ നിൽക്കണം. നിൽക്കോ? കാര്യം എന്താണെന്നറിയാതെ ഇക്കാര്യത്തിൽ ഞാൻ എന്തഭിപ്രായം പറയാനാ? ഏതായാലും നിന്നെ തള്ളിപ്പറഞ്ഞ് ഒരു വിൽപത്രം എന്റെ ഏട്ടൻ എഴുതി വയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്നെ ഏട്ടൻ സ്വന്തം മകനെ പോലെയാ കരുതിയിരുന്നത്. എന്റെ ഏട്ടൻ നിന്നോട് കാണിച്ചിരുന്ന ആ സ്നേഹത്തിലും അടുപ്പത്തിലും എനിക്ക് പോലും അസൂയ തോന്നിയിട്ടുണ്ട്. ഇന്നല്ല, അന്ന്. ഇന്നിപ്പോ അസൂയയല്ല, നിന്നോട് എനിക്ക് സഹതാപമോ. നീ വെറുമൊരു പെൺകോന്തനായി പോയതിലുള്ള സഹതാപം.